അപ്പോഞ്ചന്മാരെ നമ്മളൊരു നാടൻ വരാൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കാസ്റ്റിങ്ങിന് വന്നിട്ട് 3-4 ചേരേ ഉള്ളൂ. അത്യാവശ്യം നല്ല സൈസുള്ള നാടനാണ് കേട്ടോ. നല്ല മൂത്ത നാടനാണ്. നോക്കി സൈസ് ഉണ്ടോ? എൻ്റെ പിന്നൊക്കെ നോക്കി കിടുക്കാൻ പിന്നെ കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല കിട്ടില്ല പിന്നെ. ഒരു നീല കളറൊക്കെ കയറിയിട്ടുണ്ട് ആശാൻ്റെ പിന്നൽ കണ്ടോ. നല്ല നീല കളറും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്, ഒരു രക്ഷയില്ല. അതുപോലെ ഗോൾഡൻ കളറും ഒക്കെ ആയിട്ട് സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്, ഒരു ഗോൾഡൻ കളറൊക്കെ തോന്നിക്കുന്നത്. അപ്പോൾ നമുക്ക് അടിച്ചിരിക്കുന്ന ഫ്രോഗ് നമ്മുടെ ലുക്കാനയുടെ സൂക്കി ഫ്രോഗിൽ അടിച്ചിരിക്കുന്ന കേട്ടോ. ഇത് നമ്മൾ കുറേ കാലമായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന വാച്ചന്മാരെ അടുത്ത നാടൻ ഇവിടെ കയറിയിട്ടുണ്ട് കേട്ടോ. അടുത്ത നാടൻ പിന്നെ അതെ ഉണ്ടോ കിടക്കുന്നുണ്ടോ? ഇതാട്ടോ നമ്മുടെ ഫ്രോ മീൻ വേണ്ട പോണം. ഓ മാൻ നല്ല ജമ്പാൻ അടിച്ചു കേട്ടോ. അതായത് തുമ്പറ്റത്തെ ഹുക്ക് കയറി, പക്ഷെ നല്ല ഹുക്കായിരുന്നു കേട്ടോ. നല്ല ഹുക്കപ്പാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ്. നമുക്കത് 5ാമത്തെ നാടനാട്ടോ അടിച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ല. നമുക്ക് നോക്കാൻ ചെയ്ത് വേറെ എല്ലാം കിട്ടുമെന്നുള്ളൂ. ഓക്കെ വാടാ ഇട്ടുവാടാ. ശേ അതൊക്കെ സ്ലോ ഡ്രൈവ്. ഹെവിയടാ എൻ്റെ മോനെ, ഹെവി സാധനം. ഓ എൻ്റെ മോനെ ഹെവി വരാൻ നോക്കട്ടെ. യെസ് കിട്ടി. അച്ഛന്മാരത് ഹെവി സാധനം അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര നേരം കിട്ടിയാലോ ഏറ്റവും മുഴുത്ത സാധനം. പിടിച്ചടാ, ഇത് സ്റ്റിക്ക് പിടിച്ച്. ഹെവി സാധനം സ്റ്റിക്കേ ചോട്ടല്ലേ. ഹെവി സാധനം എന്ന് പറഞ്ഞാൽ കണ്ടോ സൈസ് നോക്കി. എൻ്റെ മോനെ സൈസ് നോക്കി. കിട്ടക്കാൻ സാധനം, ഒരു രക്ഷയില്ലാത്ത സാധനം കണ്ടോ. ഫ്രോഗ് അടിച്ച് അണ്ണാക്കി കളഞ്ഞ് കണ്ടോ. ഓ തകർത്ത്, ഒരു രക്ഷയില്ല. കിട്ടിയതിനെക്കാട്ടെ ഏറ്റവും ഹെവി സാധനം. ഞാനത് ചേർമീനായിരിക്കുന്നു, അതുകൊണ്ട് അടിയാണ് അടിച്ചത്. ഇന്നത്തെ ഹെവി സാധനം കണ്ടോ നോക്കി. കിട്ടുക്കാൻ സാധനം, ഒരു രക്ഷയില്ല. എൻ്റെ പിന്നൊക്കെ നോക്കിയാൽ കിട്ടുക്കാച്ച് പിന്നെ. ഓ മോനെ തകർത്ത്. കിട്ടുക്കാൻ സാധനം എന്ന് പറഞ്ഞാൽ കിട്ടുക്കാൻ സാധനം. അവൻ്റെ തലയുടെ മുഴുപ്പ് നോക്കിയത്, തലയുടെ മുഴുപ്പുണ്ടോ, ഒരു രക്ഷയില്ല. അത് അടിച്ചവൻ അണ്ണാക്കി കളഞ്ഞു നോക്കി. മോനെ ഹെവി എന്നൊക്കെ പറഞ്ഞാൽ ഹെവി സാധനം, ഒരു രക്ഷയില്ലാത്ത കിടുക്കാച്ചി കിണ്ണം കാച്ചി സാധനം നോക്കി കണ്ട. എന്തായാലും നമുക്ക് കാസ്റ്റിംഗ് കണ്ടിന്യൂ. ഇനി വേറെ വല്ലതും കിട്ടുമെന്നൊക്കെ. ഓ മച്ചന്മാരെ നോക്കി, കിളി പറഞ്ഞു നോക്കി, എന്താ ഭംഗിന്ന് നോക്കിയോ. ഓ മോനെ ലൈനായിട്ട് പോകുന്നുണ്ടോ. ഓ രക്ഷയില്ല കേട്ടോ. ഈ രാവിലെയും വൈകുന്നേരം സമയങ്ങളിലൊക്കെ നമ്മൾ ചൂണ്ടിടാൻ വരുന്നവർക്ക് മാത്രം കിട്ടുന്ന കുറേ കാഴ്ചകളുണ്ട്. ഇതൊക്കെ വളരെ മനോഹരമായ കാഴ്ചകളൊക്കെയാണ്. സൂര്യൻ അസ്തമിച്ച് വരുന്ന സമയത്തൊക്കെ കാണുന്ന കുറേ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ മോനെ ഒരു രക്ഷയില്ലാത്ത വ്യൂസ് അതൊക്കെ. അപ്പോൾ പറഞ്ഞത് നമ്മുടെ സിനിമ മച്ചാൻ ഒരു കിടക്ക മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ലോങ്ങിന്ന് വരുന്നത്, അത്യാവശ്യം ഹെവിയാന്ന് തോന്നുന്നു. കണ്ടോ വല്ലാണ്ടോ. ഓക്കെ അത് കളിച്ചാൽ മതി. ആടാ ഹെവിയാടാ. അപ്പോൾ മച്ചാൻ പറഞ്ഞത് നമ്മുടെ സിനിമ ഒരു കിട്ടിയ സാധനം അടിച്ചിട്ട് ഒരു ഹെവി സാധനം, ഒരു രക്ഷയില്ലാത്ത മാരക സാധനം കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ കിണ്ണം കാച്ചി സാധനം. കിട്ടിക്കാൻ വരാലെന്ന് പറഞ്ഞാൽ കിട്ടിക്കാൻ വരാൽ അടിച്ചിരിക്കുകയാണ്. സിനിമൻ്റെ 2ാമത്തെ വരാലടാ. ഹെവി സാധനം കേട്ടോ. ഹെവി എന്ന് പറഞ്ഞാൽ മാരകം, ഒരു രക്ഷയില്ല. ഹെവി കിട്ടില്ല സാധനം. അപ്പോൾ നോക്കി കണ്ടോ സൈസ് നോക്കി. അപ്പോൾ അതേ അടിച്ചിരിക്കുന്ന വരാലുണ്ട്, അത്യാവശ്യം സൈസ് ഉണ്ട്. നമുക്ക് ആദ്യം കിട്ടിയതിനെക്കാട്ടി കുറച്ചുകൂടെ വലിപ്പമുണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല മൂത്ത വരാല, അത്യാവശ്യം നല്ല സൈസ് സാധനം കേട്ടോ. അടിച്ചെന്ന് ഒത്തിരി ദൂരം ഒന്നുമല്ല, ജസ്റ്റ് നമ്മുടെ കാലിൻ്റെ ചോട്ടിൽ നിന്നുണ്ട് അടിച്ചു. പിന്നെ ഏറെ എടുത്ത് പോകുന്നത് കണ്ടു. അപ്പോൾ തന്നെ ഞാൻ ചുമ്മാ ഇട്ട് കൊടുത്തപ്പോൾ ആൾ കയറി അടിച്ചാൽ കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഹെവി സാധനം, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം വേറെ കിട്ടും. ഞാൻ അങ്ങോട്ട് മാറിയ സമയത്ത് കിട്ടിലൊരു നാടൻ വരാൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. അതെ അവൻ്റെ 2ാമത്തെ വരാലാണേ ഇന്നത്തെ. ഓക്കെ നോക്കട്ടെ കേട്ടോ. ഞാനൊരു സെക്കൻഡ് കാണിച്ചു കേട്ടോ വരാലിനെ. അത്യാവശ്യം നല്ല ഹെവിയാണ്, ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. കിട്ടുന്ന സാധനം അതെ നോക്കിയേ കണ്ടോ. ആ മോനെ പൊളിച്ചടാ, അടിപൊളി.